ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കും എൻ.ഡി.എക്കും തിരിച്ചടി നേരിടുമെന്ന പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും. ബി.ജെ.പി ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടില്ല, മോദി പ്രഭാവമില്ല, ഉത്തരേന്ത്യയിൽ പ്രാദേശിക കക്ഷികൾ നേട്ടമുണ്ടാക്കും എന്നൊക്കെയാണ് പ്രവചനങ്ങൾ. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് പലപ്പോഴും ഇടത് ബി.ജെ.പി വിരുദ്ധ രാഷ്ട്രീയ നിരീക്ഷകരെ ഉദ്ധരിച്ചാണ്. യോഗേന്ദ്ര യാദവിനെ പോലുള്ള അർബൻ നക്സൽ മനോഭാവമുള്ള മുൻ സെഫോളജിസ്റ്റുകളാണ് ബി.ജെ.പി തിരിച്ചടി നേരിടുമെന്ന പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എന്നാൽ രാജ്യത്തെ പേരെടുത്ത ക്രെഡിബിലിറ്റിയുള്ള തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരാരും ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച പ്രദീപ് ഗുപ്തയെ പോലുള്ള സെഫോളജിസ്റ്റുകൾ ബി.ജെ.പി വീണ്ടും മുന്നേറ്റം നടത്തുമെന്ന സൂചനകളാണ് നൽകുന്നത്. രാജ്യത്തെ പ്രമുഖ പൊളിറ്റിക്കൽ അനലിസ്റ്റും തിരഞ്ഞെടുപ്പ് വിദഗ്ധനുമായ പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. RTV ആന്ധ്രാപ്രദേശിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രശാന്ത് കിഷോർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിശകലനം പങ്കുവച്ചത്. ആരൊക്കെ എത്ര സീറ്റുകൾ നേടുമെന്ന് ഒരിക്കലും പ്രവചിക്കാനാകില്ല. എന്നാൽ ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായി കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പ്രശാന്ത് കിഷോർ പറഞ്ഞു. രാജ്യത്തെ വടക്കൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമായി ഏറ്റവും ചുരുങ്ങിയത് 100 സീറ്റെങ്കിലും ബി.ജെ.പിക്ക് നഷ്ടമായാൽ മാത്രമേ പാർട്ടിക്ക് കേന്ദ്രത്തിൽ അധികാരം ഇല്ലാതാകൂ എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ഇതിനുള്ള സാധ്യത നിലവിലില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലുമായി മൊത്തം 240 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 50 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി.ജെ.പി ജയിച്ചത്. ഈ 2 മേഖലകളിലുമായി ബി.ജെ.പിയുടെ പ്രകടനം ഇത്തവണ മെച്ചപ്പെടാനാണ് സാധ്യത. ബാക്കി വരുന്ന 300ഓളം സീറ്റുകളിൽ 270ലും കഴിഞ്ഞ തവണ വിജയിച്ചത് ബി.ജെ.പിയാണ്. ഈ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആണെന്ന കാര്യമാണ് പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത്. ജൂൺ 4-നാണ് രാജ്യം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. തുടർച്ചയായ 3-ാം തവണയും മികച്ച ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയും.